വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ നിത്യ. നിങ്ങളെല്ലാവരും HSST മാത്സിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവരായിരിക്കും അല്ലേ? സെറ്റ് എക്സാം ഒക്കെ കഴിഞ്ഞ് റിസൾട്ട് കണ്ട് സന്തോഷിച്ചിരിക്കുന്നവരാണ് അല്ലേ? ഇനി നമുക്ക് HSSTയുടെ എക്സാം അടുത്തുകൊണ്ടിരിക്കുകയാണ്, നോട്ടിഫിക്കേഷനൊക്കെ വരാനിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പോഴെ തന്നെ പഠിച്ചു തുടങ്ങണം. അപ്പോൾ ഇന്ന് ഞാൻ HSST മാത്സിൽ അബ്സ്ട്രാക്റ്റ് ആൾജിബ്ര എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ്, അതുപോലെ ഓർഡർ ഓഫ് എൻ എലമെൻറ്റ്. ആ ഭാഗത്തു നിന്ന് ഇതുപോലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിന് കുറേ ക്വസ്റ്റ്യൻസ് വരുന്നതാണ്. അപ്പോൾ ആ ഭാഗമാണ് ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യം എന്താണ് ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് നോക്കാം. ഓർഡർ ഓഫ് എ ഗ്രൂപ്പ് എന്താണ്? അതിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, ഒരു ഗ്രൂപ്പ് ജിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്, അതാണ് അതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത്. ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ജി അല്ലേ? അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഈ രണ്ട് രീതിയിലാണ്, ഓർഡർ ഓഫ് ജി അല്ലെങ്കിൽ കാർഡിനാലിറ്റി എന്നുള്ള രീതിയിൽ. ഈ രീതിയിലും നമുക്ക് ഓർഡറിനെ ഡിനോട്ട് ചെയ്യാം. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് ഞാൻ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ഒന്ന് Z4 അല്ലേ? Z4 വിത്ത് അഡീഷൻ മോഡുലോ 4. അതൊരു ഗ്രൂപ്പാണല്ലോ. ആ ഗ്രൂപ്പിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 4 എലമെൻറ്റ്സ് ആണ് ഉള്ളത് അല്ലേ? Z4 Zn എന്ന് പറയുന്നതിൽ n എലമെൻറ്റ്സ് ഉണ്ടാവും നമുക്കറിയാം അല്ലേ? Zn ആണെങ്കിൽ ഈക്വൽ ടു സെറ്റ് 0 1 2 3 എക്സെട്ര. ഇത് ഏത് വരെ ഉണ്ടാവും? n-1 വരെ ഉണ്ടാവും അല്ലേ? ഓർഡർ എത്രയാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും? 0 ഉൾപ്പെടെ n-1 വരെ അല്ലേ? അപ്പോൾ n എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ Z4ൽ 4 എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓർഡർ ഓഫ് ജി 4 ആണെന്ന് പറയാം. അതുപോലെ എന്താണ് U ഓഫ് 10 വിത്ത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10 എന്ന് പറയുന്നത്? 10 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ട് വരുന്ന എലമെൻസിൻ്റെ കളക്ഷനാണ്. 10 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആവുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? GCD ഓഫ് 10 ഏത് നമ്പർ ആണോ, n ആണെങ്കിൽ n ഈക്വൽ ടു 1 കിട്ടണം. അങ്ങനെയുള്ള n എന്നുള്ള നമ്പേഴ്സിൻ്റെ കളക്ഷനാണ് ഈ U ഓഫ് 10ൽ വരിക. 10 ആയിട്ട് റിലേറ്റീവ്ലി പ്രൈം ആയിട്ടുള്ള എലമെൻസിൻ്റെ കളക്ഷൻ. അപ്പോൾ 10ഉം 1ഉം GCD എത്രയാ? 1 ആണ്. 10ഉം 3ഉം GCD എത്രയാ? 1 ആണ്. 10ഉം 7ഉം അതുപോലെ 10ഉം 9ഉം GCD എത്രയാണ്? 1 ആണ്. അതുകൊണ്ടാണ് U ഓഫ് 10 എന്നുള്ളതിൻ്റെ കളക്ഷൻ 1 3 7 9 വരുന്നത്. അവിടെ എത്ര എലമെൻറ്റ്സ് ആണ് ഉള്ളത് നോക്കിയേ? 4 എലമെൻറ്റ്സ് ആണ്. അതുകൊണ്ട് ഈ ഗ്രൂപ്പ് U ഓഫ് 10ൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം? അതിൻ്റെ ഓർഡർ എത്രയാണെന്ന് പറയാം? 4 ആണെന്ന് പറയാം. ഓർഡർ ഓഫ് ജി ഈക്വൽ ടു 4. നമ്മളിവിടെ ജി ഈക്വൽ ടു U ഓഫ് 10 ആണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഓർഡർ ഓഫ് ജി എന്ന് കാണിച്ചത്. ഓക്കെ അല്ലേ? ഇനി എന്താണ് ഓർഡർ ഓഫ് എൻ എലമെൻറ്റ്? ഇപ്പം നമ്മൾ ആ ഗ്രൂപ്പിൻ്റെ ഓർഡറാണ് പറഞ്ഞത്. ഇനി ആ ഗ്രൂപ്പിനകത്ത് ഇതുപോലുള്ള എലമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ. ആ ഓരോ എലമെൻറ്റ്സിനും എന്ത് പറയാൻ വേണ്ടി പറ്റും? ഓർഡർ പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുന്നത്? ഇവിടെ നോക്കിയേ, ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് എന്താ പറയുന്നത്? ദ ഓർഡർ ഓഫ് എൻ എലമെൻറ്റ് A belongs to G is the smallest positive integer, അല്ലെങ്കിൽ എങ്ങനെ പറയാം? least positive integer n such that a raised to n equal to e. a raised to n equal to e എന്ന് വെച്ചാൽ എന്താ? ഐഡൻറ്റിറ്റി എലമെൻറ്റ്. a raised to n equal to e എന്ന് കിട്ടുന്ന രീതിയിലുള്ള ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ദാറ്റ് എലമെൻറ്റ് a അല്ലേ? അല്ലെങ്കിൽ ഇതിപ്പോൾ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ കേസിലാണ് a raised to n എന്ന് പറയുന്നത്. അഡിഷൻ ആണെങ്കിലോ a raised to n എന്ന് വെച്ചാൽ എന്താ? n ടൈംസ് a മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് അല്ലേ? n ടൈംസ് a മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ a raised to n എന്ന് എഴുതുന്നത്. അത് ബൈനറി ഓപ്പറേഷൻ, ഗ്രൂപ്പ് ആണെങ്കിൽ ഒരു ബൈനറി ഓപ്പറേഷൻ ഉണ്ടാവുമല്ലോ. ആ ബൈനറി ഓപ്പറേഷൻ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിലാണ് നമ്മൾ a raised to n എന്ന് പറയുന്നത്. ഇനി നേരെ മറിച്ച് അഡിറ്റീവ് ഗ്രൂപ്പ് ആണെങ്കിലോ, അഡിഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ എങ്കിലോ എങ്ങനെ വരും? n ടൈംസ് നമ്മൾ എന്ത് ആഡ് ചെയ്യണം? a ആഡ് ചെയ്യണം അല്ലേ? അപ്പോൾ അതിനെയാണ് നമ്മൾ n a എന്ന് പറയുന്നത്. അങ്ങനെ n ഇൻറ്റു a ഈക്വൽ ടു, അതായത് n ടൈംസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ഐഡൻറ്റിറ്റി എലമെൻറ്റ് e ആണ് കിട്ടുന്നത് എങ്കിൽ നമ്മൾ എന്ത് പറയും? ആ n എന്ന് പറയുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ് ആ എലമെൻറ്റ് എയുടെ ഓർഡർ എന്ന് പറയും. മനസ്സിലായല്ലോ? അപ്പോൾ അഡിഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ എങ്കിൽ നമ്മൾ n a ഈക്വൽ ടു e കിട്ടുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നും, അതുപോലെ മൾട്ടിപ്ലിക്കേഷൻ ആണ് ബൈനറി ഓപ്പറേഷൻ എങ്കിൽ a raised to n ഈക്വൽ ടു e ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടുന്ന
ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എന്നുമാണ് ഓർഡർ ആക്കിയിട്ട് കണക്കാക്കുക അല്ലേ. ഇനി എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവും. ഞാൻ 2 എക്സാമ്പിൾ നേരത്തെ പറഞ്ഞ അതേ ഗ്രൂപ്പ് തന്നെയാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത്. Z4 വിത്ത് അഡീഷൻ മോഡുലോ 4. Z4ന്റെ എലമെന്റ് നമുക്ക് ഏതൊക്കെയാണെന്ന് അറിയാം. 0, 1, 2, 3 ആണ് എലമെന്റ്സ് വരുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒരു എലമെന്റ് ആണ് 3. ആ 3യുടെ ഓർഡർ ആണ് ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താ ഓർഡർ ഓഫ് 3 ഇൻ Z4 ഈസ് 4. എന്താ പറഞ്ഞത്? ഓർഡർ ഓഫ് 3 ഇൻ Z4 ഈക്വൽ ടു 4. എന്തുകൊണ്ടായിരിക്കും? ഇവിടെ നോക്കിയേ, അഡിഷൻ ആണ് അല്ലേ. അഡിഷൻ മോഡുലോ 4 ആണ് വരുന്നത്. അഡിഷൻ മോഡുലോ 4 ആണെങ്കിൽ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് n ടൈംസ് a ആഡ് ചെയ്യുമ്പോൾ, ഇവിടെ അഡിഷൻ എന്ന് പറഞ്ഞത് അഡിഷൻ മോഡുലോ എത്രയാ? 4 ആണ്. അപ്പോൾ n ടൈംസ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് അല്ലേ, ആഡ് ചെയ്യാന്ന് വെച്ചാൽ നോർമൽ യൂഷ്വൽ അഡിഷൻ അല്ല, അഡിഷൻ മോഡുലോ 4 ആണ് അല്ലേ. അഡിഷൻ മോഡുലോ 4ന്റെ പ്രത്യേകത എന്നാ? a അഡീഷൻ മോഡുലോ 4 b എന്ന് വെച്ചാൽ അതിൻ്റെ ഈക്വൽ ടു ആൻസർ എന്താ വരിക? എനോട് ബി ആഡ് ചെയ്തിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ഏതാണോ അതാണ് അതിൻ്റെ ആൻസർ വരിക അല്ലേ. അപ്പോൾ ഇവിടെ നോക്ക്, 3നോട് 3 ആഡ് ചെയ്തു, എത്ര കിട്ടി? 6 കിട്ടി അല്ലേ. 3 + 3 6 കിട്ടി. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന റിമൈൻഡർ അല്ലേ. അതല്ലെങ്കിൽ എങ്ങനെ നോക്കാം? ഈ ഓരോ നമ്മൾ പെയർ വൈസ് ആയിട്ട് നോക്കിയിട്ട് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ ഏതാണോ എന്നല്ല, റിമൈൻഡർ ഏത് കിട്ടണം? ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം, അതായത് 0 കിട്ടണം. അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിലാണ് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റുക? ഓർഡർ 4 ആക്കിയിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ അല്ലേ. അപ്പോൾ നമുക്കിതിനെ ആഡ് ചെയ്താൽ എന്താ കിട്ടുക? 3 + 3 6, 6 + 3 എത്ര കിട്ടി? 9 കിട്ടി. 9 + 3 എത്ര കിട്ടി? 12 എന്ന് കിട്ടി. 12 അത് ഏത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്? അഡീഷൻ മോഡുലോ 4 വെച്ചിട്ടാണ് ചെയ്തത്. അപ്പോൾ 12 ഡിവൈഡഡ് ബൈ 4 എത്രയാണ്? 3 ആണ്. നമുക്ക് പൂർണ്ണമായിട്ടും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? പൂർണ്ണമായും ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് കൊണ്ട് തന്നെ റിമൈൻഡർ എത്രയാണ്? 0 ആണ്. ആ 0 ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. മനസ്സിലായല്ലോ. അപ്പോൾ ഓർഡർ ഓഫ് 3 എത്രയാണെന്ന് നമുക്ക് പറയാം? 4 ആണെന്ന് പറയാം. കാരണം ഇവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് എന്നുള്ള ഐഡന്റിറ്റി എലമെന്റ് ഇവിടെ ആരാ? 0 ആണ് അല്ലേ. ഇതിലെ ഐഡന്റിറ്റി എലമെന്റ് 0 ആണ്. അത് ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കിയേ. U(10) വിത്ത് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10. ഇവിടെ നമുക്ക് ഓർഡർ ഓഫ് 9 എന്താണ്, അതുപോലെ ഓർഡർ ഓഫ് 3 എന്താണ്, ഓർഡർ ഓഫ് 1 എന്താണ്, ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ എഴുതി ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഒന്ന് ഞാൻ പറഞ്ഞു തരാം. U(10) എന്ന് പറയുമ്പോൾ നമുക്ക് എലമെന്റ്സ് അറിയാം. ഏതൊക്കെയാണ് വരുന്നത്? തൊട്ട് മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 1, 3, 7, 9 ആണ് അല്ലേ. 1, 3, 7, 9 ആണ് എലമെന്റ്സ് വരുന്നത്. അപ്പോൾ 1 ആണ് ഇവിടുത്തെ ഐഡന്റിറ്റി. മൾട്ടിപ്ലിക്കേഷൻ ആണ്, അപ്പോൾ ഐഡന്റിറ്റി 1 ആവും. നേരത്തെ അഡീഷൻ മോഡുലോ ആയിരുന്നു, അതുകൊണ്ട് ഐഡന്റിറ്റി 0. അപ്പോൾ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10 ചെയ്യുന്ന സമയത്ത് റിമൈൻഡർ, അതായത് ആ ചെയ്യുന്ന സമയത്ത് നമുക്ക് 1 ഐഡന്റിറ്റി എലമെന്റ് ഏതാ? 1 ആണ്. 1 കിട്ടണം. അങ്ങനെ ഉണ്ടെങ്കിലാണ്, അങ്ങനെയുള്ള ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ ആണ് അതിൻ്റെ ഓർഡർ ആക്കിയിട്ട് നമ്മൾ പറയാം ആണല്ലോ. അപ്പോൾ ഓർഡർ ഓഫ് 9 ഇൻ U(10) ഈക്വൽ ടു 2 എന്ന് എഴുതിയിട്ടുണ്ട്. അതെങ്ങനെയാണ് 2 കിട്ടുന്നതെന്ന് നോക്കാം. ഓർഡർ ഓഫ് 9 ഇൻറ്റു 9 എത്രയാണ് കിട്ടുന്നത്? ഇവിടെ ഇൻറ്റു എന്ന് വെച്ചാൽ എന്താ? മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10 ആണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10 കൊടുക്കണം. 9 × 9 എത്രയാണ്? 81 ആണ്. 81നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന റിമൈൻഡർ എത്രയാണെന്നാണ് നോക്കേണ്ടത്. റിമൈൻഡർ എത്രയാണ്? 1 ആണ്. റിമൈൻഡർ എത്രയാണ്? റിമൈൻഡർ R = 1 ആണ് കിട്ടുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എത്ര n എടുത്തു? എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു? 2 ടൈംസ് അല്ലേ മൾട്ടിപ്ലൈ ചെയ്തത് അല്ലേ. n ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് a⁻n എന്ന് പറയുന്നത് അല്ലേ. എനെ n ടൈംസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? a⁻n എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 9നെ എത്ര ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു? 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ തന്നെ നമുക്ക് എന്ത് കിട്ടി? റിമൈൻഡർ 1 ഐഡന്റിറ്റി എലമെന്റ് ആയിട്ട് കിട്ടി അല്ലേ. അതുകൊണ്ട് തന്നെ ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ എത്ര തന്നെയാണ്? 2 തന്നെയാണ്. അതുകൊണ്ടാണ്
2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഓർഡർ ഓഫ് 9 എന്താവുന്നത് 2 ആവുന്നത്. ഇനി ഓർഡർ ഓഫ് 3യും നിങ്ങൾക്ക് ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കാം. എന്ത് ചെയ്യുക, 3 മൾട്ടിപ്ലിക്കേഷൻ മോഡുലോ 10 3 ഈക്വൽ ടു റിമൈൻഡർ 1 കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കിട്ടില്ല. 1 അല്ലാത്ത റിമൈൻഡർ ആണ് 1 അല്ലാത്ത എലമെന്റ് ആണ് കിട്ടുന്നത്. അതായത് ഐഡന്റിറ്റി എലമെന്റ് ആണ് 1, അതാണ് കിട്ടേണ്ടത്. പക്ഷെ അത് കിട്ടില്ല. കാരണം ഞാൻ ഇവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട് 4 ആണ് അല്ലേ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്ക്. ഇനി വീണ്ടും നമ്മൾ 3 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പോഴും നമുക്ക് റിമൈൻഡർ എന്ത് കിട്ടില്ല, 1 കിട്ടില്ല. ഐഡന്റിറ്റി എലമെന്റ് 1 കിട്ടില്ല. ഇനി 4 ടൈംസ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്, റിമൈൻഡർ 1, അതായത് ഐഡന്റിറ്റി എലമെന്റ് ഇ കിട്ടുന്നത് അല്ലേ. 4 ആണ് ഞാൻ ഇതിന്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ അത് നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അതിന്റെ എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ വേണ്ടി പറ്റുന്നതാണ്. ഇനി ഓർഡർ ഓഫ് 1 ഇൻ യു ഓഫ് 10 അതെത്രയാ, 1 ആരാ, ഐഡന്റിറ്റി എലമെന്റ് ആണ്. ഐഡന്റിറ്റി എലമെന്റിന്റെ ഓർഡർ എപ്പോഴും 1 ആയിരിക്കും. അത് ഓർഡറിന്റെ ഒരു പ്രോപ്പർട്ടി ആയിട്ട് പറയാവുന്നതാണ്. എപ്പോഴും ഐഡന്റിറ്റി എലമെന്റിന്റെ ഓർഡർ എത്രയായിരിക്കും, 1 ആയിരിക്കും. അല്ലെങ്കിൽ പറയാം ഏതെങ്കിലും ഒരു എലമെന്റിന്റെ, ഒരു ഗ്രൂപ്പിലെ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഓർഡർ 1 ആണെങ്കിൽ ആ എലമെന്റ് ആരായിരിക്കും, ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത പ്രോപ്പർട്ടി വരുന്നുണ്ട്, അതിൽ പറയാം. അപ്പോൾ ഈ പറഞ്ഞ എക്സാമ്പിൾസ് രണ്ടും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഓർഡർ ഓഫ് 3 അതുപോലെ ഓർഡർ ഓഫ് 1 ഇതിൻ്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക, 4 തന്നെ കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓക്കെ, പ്രോപ്പർട്ടീസ് നോക്കാം. എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്, ഇപ്പോൾ പറഞ്ഞ കാര്യമാണ്. എന്ത്, എൻ എലമെന്റ് ഓഫ് എ ഗ്രൂപ്പ് ഹാസ് ഓർഡർ 1 if and only if it is the identity. എന്താ പറഞ്ഞത്, ഒരു എലമെന്റിന്റെ ഓർഡർ 1 ആണെങ്കിൽ, ഒരു എ ബിലോങ്സ് ടു ഗ്രൂപ്പ് ജി, ഓർഡർ ഓഫ് എ ഈക്വൽ ടു 1 ആണെങ്കിൽ if and only if എന്താണ് പറഞ്ഞത്, ആ എലമെന്റ് എ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ഓക്കെ അല്ലേ. തിരിച്ച് ഇഫ് ആൻഡ് ഓൺലി ഇഫ് പറയുന്നത് എന്തുകൊണ്ടാ, ഓർഡർ ഓഫ് എ ഈക്വൽ ടു 1 ആണെങ്കിൽ ആ എ എന്ന് പറയുന്ന എലമെന്റ് ഐഡന്റിറ്റി എലമെന്റ് ആയിരിക്കും. ഇനി എലമെന്റ് ഐഡന്റിറ്റി എലമെന്റ് ആണെങ്കിൽ ആ എലമെന്റിന്റെ ഓർഡർ എന്തായിരിക്കും, 1 ആയിരിക്കും. അതാണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി പറയുന്നത്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ, ഇൻ ദ അഡിറ്റീവ് ഗ്രൂപ്പ്സ് സെറ്റ് ക്യു ആർ ഓർ സി, സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സ്, സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്, റിയൽ നമ്പേഴ്സ്, കോംപ്ലക്സ് നമ്പേഴ്സ്, ഏതാണ് അഡിറ്റീവ് ഗ്രൂപ്പ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് പ്ലസ് ആണ് ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. അതിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, എവരി നോൺ സീറോ ഉദ്ദേശിക്കുന്നത് ഐഡന്റിറ്റി അല്ലാത്തത്, നോൺ ഐഡന്റിറ്റി. എവരി നോൺ സീറോ എലമെന്റ് ഹാസ് ഇൻഫൈനൈറ്റ് ഓർഡർ. എന്താ പറഞ്ഞത്, സെഡ് റാഷണൽ എന്താണ് ഇൻറ്റിജേഴ്സ്, ക്യൂ റാഷണൽ നമ്പേഴ്സ്, 6 റിയൽ നമ്പേഴ്സ്, സി എന്താണ് കോംപ്ലക്സ് നമ്പേഴ്സ്. ഇതിൻ്റെയൊക്കെ കേസിൽ വിത്ത് അഡിഷൻ, ഇതിൻ്റെയൊക്കെ കേസിൽ എന്താ പറഞ്ഞത്, ഐഡന്റിറ്റി അല്ലാത്ത എല്ലാ എലമെന്റിൻ്റെയും ഓർഡർ എത്ര ആയിരിക്കും, ഇൻഫിനിറ്റി ആയിരിക്കും. അത് ഓർത്ത് വെക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി തേർഡ് പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ഇൻ ദ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്സ് ആർ മൈനസ് സെറ്റ് 0 ഓർ ക്യൂ മൈനസ് സെറ്റ് 0. അതായത് റിയൽ നമ്പേഴ്സിൽ നിന്ന് ആരെ എടുത്ത് കളഞ്ഞു, 0നെ എടുത്ത് കളഞ്ഞു. അതുപോലെ റാഷണൽ നമ്പേഴ്സിന്റെ കളക്ഷനിൽ നിന്ന് ആരെ എടുത്ത് കളഞ്ഞു, 0നെ എടുത്ത് കളഞ്ഞു. ഇതിനെ നമ്മൾ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാറുണ്ട്, ആർ സ്റ്റാർ അതുപോലെ ക്യൂ സ്റ്റാർ. ഈ രീതിയിലും ഇതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൻ്റെത് 0 എടുത്ത് കളഞ്ഞത് കൊണ്ട് തന്നെ അവിടുത്തെ ഐഡന്റിറ്റി എലമെന്റ് ആരായിരിക്കും, 1 ആയിരിക്കും. മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പാണ്, മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടുത്തെ ബൈനറി ഓപ്പറേഷൻ. അതിൻ്റെ കേസിൽ എന്താ പറഞ്ഞത്, എലമെന്റ് -1 ഹാസ് ഓർഡർ 2. റിയൽ നമ്പറിലും -1 ഒരു എലമെന്റ് ആണ്, റാഷണൽ നമ്പേഴ്സിലും -1 ഒരു എലമെന്റ് ആണല്ലോ. അപ്പോൾ ആ -1ന്റെ ഓർഡർ എത്രയായിരിക്കും എന്നാ പറഞ്ഞത്, 2 ആയിരിക്കും. അതല്ലാതെ ഉള്ള എല്ലാ നോൺ ഐഡന്റിറ്റി എലമെന്റിന്റെയും ഓർഡർ എന്തായിരിക്കും, ഇൻഫിനൈറ്റ് ആയിരിക്കും. ഓക്കെ, ഐഡന്റിറ്റി എലമെന്റിന്റെ ഓർഡർ എപ്പോഴും 1 ആയിരിക്കും എന്ന് നമ്മൾ ഫസ്റ്റ് പ്രോപ്പർട്ടിയിൽ പറഞ്ഞു. അപ്പോൾ ആ ഐഡന്റിറ്റി എലമെന്റ് അല്ലാത്ത എല്ലാ എലമെന്റിന്റെയും ഓർഡർ എന്തായിരിക്കും, ഇവിടെ
ഈ കേസിൽ എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. സെഡ് ക്യൂ ആർ സി എന്നുള്ള കേസിൽ ഇതിലെന്താ പറഞ്ഞത്? ആർ സ്റ്റാർ ക്യൂ സ്റ്റാർ, അതായത് R-0 Q-0യുടെ കേസിൽ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ്സ് ആണ്. അതിൻ്റെ കേസിൽ -1ന്റെ ഓർഡർ 2 ആയിരിക്കും, ഐഡന്റിറ്റി എലമെന്റിന്റെ ഓർഡർ 1 ആയിരിക്കും. ഇത് പ്രകാരം ബാക്കി എല്ലാ എലമെന്റ്സിന്റെ ഓർഡർ എത്രയായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. എന്തുകൊണ്ടായിരിക്കും -1ന്റെ ഓർഡർ 2 ആവുന്നത്? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണ് അല്ലേ, മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പ് ആണ്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് a⁴n = e കിട്ടുന്ന ലീസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ n ആണ് അല്ലേ. അപ്പോൾ -1 ആണ് a എന്നുള്ള എലമെന്റിന്റെ സ്ഥാനത്ത് വരുന്നത് അല്ലേ. -1ന്റെ സ്ക്വയർ എത്രയാണ് വരുന്നത്? 1 അല്ലേ. 1 എന്താണ് ഇവിടുത്തെ മൾട്ടിപ്ലിക്കേറ്റീവ് ഗ്രൂപ്പിലെ ഐഡന്റിറ്റി അല്ലേ. അപ്പോൾ -1ന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് കിട്ടുന്നത്. അതല്ലാതെ -1ന്റെ പവറിൽ എത്ര കൊടുത്താൽ 4 കൊടുത്താലും 1 തന്നെയാണ്, ഐഡന്റിറ്റി എലമെന്റ് തന്നെയാണ് കിട്ടുന്നത്. പക്ഷേ ഡെഫിനിഷൻ പ്രകാരം കിട്ടുന്നതിൽ ലീസ്റ്റ് എലമെന്റ് എന്നാണ് എന്ത്? ഓർഡർ അല്ലേ. അപ്പോൾ 4നെക്കാട്ടി ലീസ്റ്റ് എലമെന്റ് ആരാ? 2. ലീസ്റ്റ് നമ്പർ ആരാ? 2 ആണ്. അപ്പോൾ ആ 2 ആണ് ഏതിൻ്റെ ഓർഡർ ആയിട്ട് വരിക? -1ന്റെ ഓർഡർ ആയിട്ട് വരിക. ബാക്കി ഒരു എലമെന്റിന്റെയും ഐഡന്റിറ്റി ഒഴികെ ബാക്കി ഒരു എലമെന്റിന്റെയും ഓർഡർ ഇതുപോലെ നമുക്ക് ഫൈനൈറ്റ് ആയിട്ടുള്ള ഒരു നമ്പർ പറയാൻ വേണ്ടി പറ്റില്ല. ഓർഡർ ഒക്കെ എന്തായിരിക്കും? ഇൻഫൈനൈറ്റ് ആയിരിക്കും. ഈ പ്രോപ്പർട്ടി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ HSSTയുടെ ലോങ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇത്രയും ടീച്ചേഴ്സ് നിങ്ങൾക്കായിട്ട് വെയിറ്റിംഗ് ആണ്. നിങ്ങൾക്കുള്ള എല്ലാ സ്റ്റഡി മെറ്റീരിയൽസും ആപ്പിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അതിൽ കയറി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. അതുപോലെ കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക. താങ്ക് യു.